അവിടെ കാട്ടിൽ വെള്ളമില്ല, അവർക്ക് തിന്നാനുള്ള സംവിധാനങ്ങളില്ല, മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള സംവിധാനങ്ങളില്ല, അവിടെ പുൽച്ചെടികളില്ല, അവിടെ ഇല്ലിയില്ല, മുള, ഒരു സാധനമില്ല. ജനങ്ങൾ ഇപ്പം ആനയ്ക്കായാലും കടുവയ്ക്കാണെങ്കിലും വളരെ എളുപ്പമാണ് ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങാൻ. അവിടെ വർഷങ്ങളായിട്ട് നട്ട് നനച്ച് വളർത്തിയിരിക്കുന്ന വാഴ നിൽക്കുന്നു, കൃഷിയിടങ്ങൾ ഇഷ്ടംപോലെ നിൽക്കുന്നു. എല്ലാവരും പശുവിനെയും ആടിനെയും കോഴീനെയും പന്നീനെയും വളർത്തി ജീവിക്കുന്ന സാധാരണ ജനങ്ങളാണ്. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് കടുവ പിടിച്ച പശുവിനെ കണ്ടോ നിങ്ങൾ? പകുതി ഭക്ഷിച്ചിരിക്കുകയാണ് അവിടെ. ആ കടുവയുടെ മുമ്പിൽ ഒരു മനുഷ്യനാണ് ചെന്ന് പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക എവിടെ എത്തിയിരിക്കുന്നതെന്ന്. ഇന്ന് രണ്ട് സ്ഥലത്താണ് ഒരു സ്ത്രീ സ്ഥലത്താണ് ഇന്ന് കടുവ ആക്രമണം ഈ പിന്നെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചത് 2 സ്ഥലത്താണ്, കേണിച്ചിറയും പുൽപ്പള്ളിയും. എത്ര 15 കിലോമീറ്റർ 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള സ്ഥലങ്ങളാണ് ഈ 2 സ്ഥലങ്ങൾ. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert.